ഹലോ, വെൽക്കം ടു ഫ്യൂഷൻ തലശ്ശേരി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസമാണ്, നല്ല അസൽ തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ അതിനിടയിൽ ഈ ഒരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, ഈ ഒരു ബെല്ല് എന്തിനാണ് എന്ന് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിന്. അതായത് എല്ലാ ഏജിലുള്ള എല്ലാവരും ഒന്നും ഈ ഇൻസ്റ്റ ഫോളോ ചെയ്യണമെന്നില്ല, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും ഒരുവിധ എല്ലാ ചാനലുകളും, ഒരുവിധ എല്ലാ ആളുകളും, കുറച്ച് ഏജ്ഡായ ആളുകൾ പ്രത്യേകിച്ചും. അപ്പോൾ അവർക്കൊക്കെ യൂട്യൂബ് ഉണ്ട്. അപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ കാണാൻ വലിയ ഇഷ്ടമായിരിക്കും. പക്ഷേ എന്നോട് പറഞ്ഞു, യൂട്യൂബൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ പല സംശയങ്ങളും ആരോടെ ചോദിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് അത്ര പിടിയില്ല ഇതിനെപ്പറ്റിയൊന്നും. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും, കാണും എന്നല്ലാതെ എന്തിനാണ് ഈ ബെല്ല് എന്ന് ചോദിച്ചോ. അപ്പോൾ ചോദിച്ചത് കൂടുതൽ പേരും കുറച്ച് ഏജ്ഡായ ആൾ തന്നെയാണ്. അപ്പോൾ പണ്ടൊന്നും എനിക്കും അറിയാണ്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോഴും പലർക്കും അത് അറിയാത്തവരുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടി പറയാണ്, നമ്മൾ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു ബെല്ലും കൂടി കാണുന്നില്ല, ആ ബെല്ലും കൂടി അടിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ചിലപ്പം ആലോചിക്കാറില്ലേ, ചില ചാനലിനെ പറ്റി ഇപ്പം ആ ചാനൽ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ ചാനലവിടെ പോയി, ഇപ്പം ഇവർ വീഡിയോസൊന്നും ഇടുന്നില്ല എന്നൊക്കെ. അപ്പോൾ അത് കുറച്ച് നാളിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ചില ചാനലുകൾ നമ്മൾ കുറച്ച് നാൾ കാണാണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലൊക്കെ കിട്ടാണ്ടായി പോകും. പക്ഷേ ഈ ബെല്ലടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ബെല്ലും കൂടി നോട്ടിഫിക്കേഷന് ആയിട്ട് വരണമെങ്കിൽ ഈ ബെല്ലും കൂടി ഒന്ന് അടിച്ചു വെക്കണം. അതായത് സബ്സ്ക്രൈബ് കാണുന്ന അതേ സ്ഥലത്ത് തന്നെ ബെല്ല് കാണുന്നില്ല, ആ ബെല്ലും കൂടി അടിക്കണം. ഏതൊക്കെ ചാനലാണോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പം തന്നെ ഈ ബെല്ലും അടിക്കുക. അപ്പോൾ ആ ബെല്ല് അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആ ബെല്ലും കൂടി ഒന്ന് അടിച്ചേക്കണം കേട്ടോ, അതിനാണ് ആ ബെല്ല്. ഓക്കെ, ഇപ്പം സംശയം മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്നാൽ മാത്രമേ കറക്റ്റ് ടൈമിൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും എല്ലാവരിലേക്കും എത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചു, അത് കഴിഞ്ഞിട്ട് ഒന്ന് പത്രമൊക്കെ വായിച്ചു. പിന്നെ ചില ദിവസം കുറച്ച് സമയം ഇങ്ങനെ പാത്തിയോലോ വാതുക്കലോ എവിടെയെങ്കിലും ഗാർഡനിലോ ഇരുന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്ന ചില ദിവസങ്ങളുണ്ടാവും നമുക്ക്. ചിലപ്പോൾ രാവിലെ തീരെ ഒരു ഫ്രഷ് ആവാത്ത പോലെ തോന്നും, ചിലപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ ഒരു അന്തവും കൊണ്ടും ഇല്ലാത്ത ചിന്തകളായിരിക്കും. അപ്പോൾ ചില ദിവസം നമ്മൾ ഇന്ന് തീരെ ഓക്കെ അല്ല എന്ന് തോന്നുന്ന ദിവസങ്ങളും ഉണ്ടാവും. അത് നമ്മളെ വൈകാരിക കൊണ്ടോ ചില ഏജിൽ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ടെൻഷനാവുന്നതിലും നല്ലത്, ഒരുപാട് ആൻസൈറ്റി ആ ഒരു മൂഡിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒന്നുകിൽ എന്താ പറയുക, രാവിലത്തെ കുറച്ച് ബഹളം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഇഷ്ടങ്ങൾ കണ്ടെത്തിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇങ്ങനെ ഇരുന്ന ആവില്ല, ഞാനും മടി പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ബാക്ക് യാർഡിലേക്ക് വന്നു. എന്നിട്ട് ബാക്ക് യാർഡിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളെ ഇങ്ങനെ ടേബിളിലൊക്കെ, ഡൈനിങ് ടേബിളിലും നമ്മൾ ഗസേ പോലെയുള്ള ടേബിളിലും കോഫി ടേബിളിലും ഒക്കെ കുറച്ച് ഫ്ലവേഴ്സ് വെള്ളത്തിലിങ്ങനെ വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ, ഒരു റിസോർട്ട് ഫീലായിരിക്കും. പക്ഷേ ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല വിഷമമാവും. നമ്മൾ ഗാർഡനിൽ തന്നെയുള്ള പൂക്കളും പിന്നെ ഒക്കെ ആണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്, പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ചില സമയത്ത് ചില വെതറിൽ നല്ല വലിയ പൂക്കൾ കിട്ടും. അങ്ങനെ ഇപ്പോൾ നല്ല വലിയ പൂ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പൂ മാത്രമേ വെച്ചത്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോരോ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അകത്ത് വെള്ളത്തിലുള്ള ചെടി ക്ലീൻ ചെയ്യാനും ആ വെള്ളം മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അത് വീക്ക്ലി 1 ടൈം അങ്ങനെ മാറ്റുമ്പോൾ നല്ല ഫ്രഷായിട്ട് വെള്ളത്തിലുള്ള ചെടികൾ നിൽക്കും. അതുപോലെ തന്നെ വെള്ളത്തിൽ വെക്കുന്ന ഇത്തരം പൂക്കളും ഒരാഴ്ചയൊക്കെ നന്നായിട്ട് ഫ്രഷായിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഞാനിതെവിടെയാണ് നേരത്തെ തന്നെ രാവിലെ തന്നെ വിളക്കും കത്തിച്ച് പോകുന്നതെന്ന് വിചാരിക്കേണ്ട. അത് കോഫി ടേബിളിലുള്ള നമ്മളെ ബാക്ക് യാർഡാണിത്. അപ്പോൾ ബാക്ക് യാർഡിലുള്ള
ടേബിളിൽ ഒരു വിളക്കുണ്ട്. ആ വിളക്ക് ഇതെന്തിങ്ങനെ വെച്ച് ചോദിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ബാർബിക്യൂ ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ അവിടെ രാത്രി ഇരിക്കുമ്പോൾ ബാർബിക്യൂ ചെയ്യുമ്പോൾ എല്ലാം അത്തരം കുറച്ച് വിളക്കുകളൊക്കെ കത്തിക്കും. ഗാർഡൻ ലൈറ്റ് ഉണ്ടാവും, എന്നാലും ഇത്തരം വിളക്കും കൂടി കത്തിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ആ ഒരു ലൈറ്റ് ഞാനിപ്പം കത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം കിച്ചണിൽ വന്നിട്ടുണ്ട്. കിച്ചണിൽ വന്നാൽ പിന്നെ അറിയാമല്ലോ, നമ്മൾ ഭയങ്കര ബിസിയാവും അവിടെ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ഫീലിംഗ്, എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ തോന്നുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കൂടുതൽ സമയം കിച്ചണിലൊക്കെ നിൽക്കാനും ഇങ്ങനത്തെ ചില ജോലികളൊക്കെ ചെയ്യാനും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സമയവും ഇതൊക്കെ കണ്ടെത്തും. അല്ലാതെ ഇരുന്നാലേ നമ്മൾ അവിടെ മടി പിടിച്ചിരുന്ന് പോകും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു നല്ല രസമായിരിക്കും, നമ്മളെ മൂഡ് നമ്മൾ തന്നെ ചേഞ്ച് ആക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈ പാല് കാച്ചുന്നത് ഒരു മിൽക്ക് കുക്കറിലാണ്. മിൽക്ക് കുക്കറിലായിരുന്നു ഞാൻ പണ്ട് മുതലേ കാച്ചാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വീടായതിന് ശേഷം മിൽക്ക് കുക്കർ ഞാൻ വിചാരിച്ച പോലത്തെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ആ ഒരു ടൈപ്പ് കിട്ടിയപ്പോൾ ഞാൻ തലശ്ശേരിയിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച്, അതായത് രാവിലെ നമ്മളെ കിച്ചണിലൊക്കെ വന്ന് നമ്മളെ പാലൊക്കെ കാച്ചുന്ന സമയത്ത് പാല് തനി സ്വരൂപം കാണിക്കും. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാലായിരിക്കും, അതുവരെ നമ്മൾ ഉണ്ടായിട്ടും പാല് തിളച്ചിട്ടുണ്ടാവില്ല. നമ്മളൊന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പാല് തിളച്ച് മറിഞ്ഞ് പിന്നെ ഗ്യാസ് അടുപ്പ് അങ്ങനെ ആകെ പണിയായി, പിന്നെ രാവിലത്തെ മൂടേ പോവും. അപ്പോൾ മിൽക്ക് കുക്കറാകുമ്പോൾ ആ പ്രശ്നമില്ല. ഇത് നമ്മളെ ദേശീയ ഭക്ഷണമായ തലശ്ശേരിക്കാരുടെ കായ്വട്ടിയ, റൊട്ടി വട്ടിയ, എന്താ പറയുക, മുട്ട വട്ടിയ, ഇതൊക്കെയാണ്. അപ്പം ഇതിലൊക്കെ കുറച്ച് ഹണി സ്പ്രെഡ് ചെയ്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തിനാണ് ഇങ്ങനെ കഴിക്കുന്നതെന്ന് എന്നോട് മുന്നേ ഒക്കെ ചില ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോടും കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരും അഡിക്റ്റായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്ക് കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്ക്. അപ്പോൾ എനിക്കൊരു ശീലമുണ്ട്, ചായ ഉണ്ടാക്കി കഴിഞ്ഞാലും ഗസ്റ്റ് വന്നാൽ പോലും ഞാൻ ഉണ്ടാക്കിയ പാത്രം കഴുകി വെച്ച് അവിടെയൊക്കെ തുടച്ച് വെച്ചിട്ട് ഗസ്റ്റിന് പോലും മുമ്പിൽ ടീയോ കോഫിയോ എത്തുള്ളൂ. അങ്ങനെ എന്നെ എല്ലാവരും പറഞ്ഞ് കളിയാക്കലുണ്ട്. അതൊരു വൃത്തിയാണ്. പെട്ടെന്ന് ഗസ്റ്റ് കിച്ചണിലേക്ക് വരികയാണെങ്കിലും അവിടെയൊക്കെ ഒരു വൃത്തിയായിരിക്കും. അപ്പോൾ ആ ഒരു ശീലമാണ്. അതൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് ചായയൊക്കെ കുടിച്ചത്. അതിന് ശേഷം കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു ഉണ്ടാക്കി വെച്ച്, അപ്പോൾ അതിലൊന്ന് കട്ട് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു സന്തോഷമാണ്, കുട്ടികളൊക്കെ കയറി വരുമ്പോൾ ഒക്കെ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ തന്നെ കീറ്റോൻ്റെയൊക്കെ കീറ്റോ ഡയറ്റിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വീഡിയോ കണ്ടിട്ട് അത്തരം റെസിപ്പീസ് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും ചെയ്യാം. കാരണം അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ കീറ്റോ ഡയറ്റുകളൊന്നും ഇല്ലാത്തവർക്കും ആ ഒരു കേക്കുകൾ നല്ലതാണ്. പിന്നെ ഡയറ്റ് നോക്കുന്നവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല ഒരു ചെറിയ പീസ് കഴിച്ചാൽ തന്നെ നല്ലതാണ്. അത്തരം വീഡിയോസും ഞാനിനി ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് സാധാ ടീ കേക്കാണ്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇൻസ്റ്റാ പേജിൽ ഇത് കണ്ടപ്പോൾ എന്നോട് കുറേ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു ദിവസം കാണിക്കാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. പിന്നെ ഇന്ന് നല്ല ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഫിഷ് മാർക്കറ്റ് പോകാനുണ്ട്, വെജിറ്റബിൾസ് വാങ്ങാനുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനിടയിൽ കുറേ ഫുഡ് റീസ്റ്റോക്ക് ചെയ്യാനുള്ളുണ്ട്, സ്നാക്സുകൾ, ഇതൊക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പാല് കാച്ചിയത് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. കുക്കറിൽ കാച്ചുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുക്കറിൻ്റെ ആ ഒരു വിസിലടിയും, ആ വിസിലടിക്കുന്ന സമയത്ത് രാവിലെയൊക്കെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നതൊക്കെ നല്ല രസമാണ്. പക്ഷേ അധികവും ഏറ്റവും നല്ലത് നമ്മൾ രാത്രി കാച്ചി വെക്കുന്നതാണ്. അപ്പോൾ രാവിലേക്ക് നല്ല പാലിൻ്റെ മേലെ ഇങ്ങനെ നന്നായിട്ട് ക്രീം വന്ന് നിൽക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പാല്. അപ്പോൾ രാവിലെ നമുക്ക് ക്രീമും കിട്ടും, നമുക്ക് ഗീയും ഉണ്ടാക്കാൻ പറ്റും കുറച്ച് ദിവസം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കാച്ചി വെച്ച പാലിൽ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് ഡ്രസ്സ് മെഷീനിലിടാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു.
ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഫിഷ് മാർക്കറ്റിലാണ്. ഈ ഫിഷ് മാർക്കറ്റിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതായത് ഇത് പൂക്കോത്തുള്ള ഫിഷ് മാർക്കറ്റാണ്. തലശ്ശേരി പാനൂരിനടുത്തുള്ള പൂക്കോം എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള ഒരു ഫിഷ് മാർക്കറ്റാണ്. ഈ ഫിഷ് മാർക്കറ്റിൽ കാലിക്കറ്റിൽ നിന്നും കൊയിലാണ്ടിയിൽ നിന്നും വടകരയിൽ നിന്ന് വരെ ആൾക്കാർ വരാറുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ കണ്ടു എന്നെ. അപ്പം നമ്മൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ ഈ ഫിഷ് മാർക്കറ്റിലെ പ്രത്യേകത, ഇവിടുത്തെ ഫിഷിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. എല്ലാ ഫിഷും കടലിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നതെങ്കിലും ഈ ഫിഷ് മാർക്കറ്റിലൊന്ന് വന്ന് നോക്കണം കേട്ടോ. സർവോപരി എൻ്റെ നാടാണ്, ഞാനൊരു പൂക്കോക്കാരിയാണ്. പിന്നെ പിന്നീടാണ് തലശ്ശേരി ആകുന്നത്. പിന്നെ എനിക്ക് എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സ് കൂടെ പഠിച്ചവർ അവരെയൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം വേറെ തന്നെയാണ്. കാരണം കുറേ ആൾക്കാർ ഫ്രൂട്ട്സിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്, കൂടെ പഠിച്ചവരൊക്കെ. പിന്നെ വെജിറ്റബിൾസിൻ്റെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ്, നിങ്ങൾ ഫോളോവേഴ്സാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കുറേ പേര് അവിടെ അറിയുന്നവരൊക്കെ ഉണ്ടായിനേനു. അൽഹംദുലില്ലാ. അപ്പോൾ ഞാനൊരു പൂക്കോക്കാരിയായിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകണം കേട്ടോ. ഇത്ര ദൂരത്തുനിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫിഷിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് അറിയുക തന്നെ ചെയ്യണം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു കൂടയിൽ ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പച്ചക്കറിയൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു നല്ല ഭംഗിയുണ്ടല്ലോ ഷമീദ ഈ ഒരു കൂട കാണാൻ. ഈ ഒരു കൂട എന്ന് പറയുന്നത് നമ്മൾ ചെന്നൈയിൽ തമിഴിൽ അങ്ങനെയാണ് പറയാം. ഈ ഒരു കൊട്ട കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഷോപ്പിങ്ങിന് മാത്രമല്ല, എവിടെയെങ്കിലും ഫുഡ് കൊണ്ടുപോകുമ്പോൾ എല്ലാം നല്ല രസമാണ്. അങ്ങനെ തിരിച്ചെത്തി ഇതൊക്കെ എടുത്ത് വെക്കണം, അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതിനിടയിൽ ഞാൻ എൻ്റെ മെഷീനിലിട്ട ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. പിന്നെ എൻ്റെ ഫൈമൂസ, പിന്നെ നമ്മളെ ദർബൂസ്, നമ്മളെ ബത്തക്ക കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. ഫ്രൂട്ട്സ് എത്ര കൊണ്ടാച്ച് കഴിഞ്ഞാലും ഒരു ദിവസം കൊണ്ട് തന്നെ ആ കാര്യത്തിലൊരു തീരുമാനമാവും. പിന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഫ്രൂട്ട്സാണ്. ഇനി ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്, അപ്പോൾ അത് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പല സംഭവങ്ങളും നമ്മളിവിടെ മറന്നു പോകും. നമ്മൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ കണ്ടത് വാങ്ങിയിട്ടുണ്ടാവും, എന്നാൽ അത്യാവശ്യമുള്ളതൊക്കെ മറന്നിട്ടുണ്ടാവും. അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ എഴുതി വെക്കുക തീരുന്ന സാധനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു കുട്ടനാടൻ സ്പെഷ്യൽ കരിമീൻ ഉണക്കമാങ്ങ ഇട്ട് വെച്ച ഒരു കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ കുട്ടനാടൻ സ്റ്റൈലിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഈ ഉണക്കമാങ്ങ ഇടലാണ്. അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു 8-9 അല്ലി ചെറിയ ഉള്ളിയില്ല, ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തു. എന്നിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ട് ഒന്ന് കളർ മാറുന്ന സമയത്ത് സാധാരണ വലിയ ഉള്ളിയില്ല, ആ വലിയ ഉള്ളീൻ്റെ പകുതി കൂടി സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും ഒന്ന് സോട്ട് ചെയ്യുക. ആ സമയത്ത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുക. ഓക്കെ. എന്നിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾ ചേർക്കുക. 1/4 ടീസ്പൂണിനേക്കാളും ഒരല്പം കൂടി കൂടുതൽ എടുക്കുക, എന്നാൽ 1/2 ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഇടണം. കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, പക്ഷെ അത് 1/4 ടീസ്പൂണ് മതി. ഇതിൻ്റെ ഹൈലൈറ്റ് മഞ്ഞളാണ്. അപ്പോൾ മഞ്ഞളും കുരുമുളകുമാണ്. അപ്പോൾ മുളക് പൊടി വളരെ കുറച്ചാൽ മതി. എന്നിട്ട് ഇത് കരിമീനിലാണ് ചെയ്യുന്നത്. കരിമീൻ ഫ്രഷ് ചൂണ്ടയിട്ട് പിടിച്ചത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ കൊണ്ടുതന്നതാണ്, അത്രയും ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ കരിമീനാണ് ഇത്. അപ്പോൾ ഈ കരിമീനെ ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതിനൊരു ടിപ്പുണ്ട്, അതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഒരു അരമണിക്കൂർ ഇത് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് വിനീഗറും ചേർത്തിട്ട് 2-3 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് ഒരല്പം കല്ലുപ്പ് ഇട്ടിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ക്ലീൻ ചെയ്ത മീൻ ഇടുക. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വല്ലാത്തൊരു സ്മെല്ലങ്ങ് പോവും. എന്നിട്ട് ഈ മീൻ ഇങ്ങനെ ഇട്ടിട്ട് 5 മിനിറ്റ് ഒരു ഭാഗമായി കഴിഞ്ഞാൽ
ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പച്ചമണമൊക്കെ പോയി മസാലേൻ്റെയും മീനിൻ്റെയും ഒക്കെ പച്ചമണം പോയിട്ട് നല്ലൊരു സ്മെല്ല് വരും. എന്നിട്ട് നമ്മൾ ഉണക്ക മാങ്ങയാണിത്. നല്ല പച്ചമാങ്ങ സീസണിൽ നല്ല വെയിലുള്ള സമയത്ത് ഇത് ഉണക്കി വെക്കുക. ഇങ്ങനെ ഉണക്കി വെക്കുന്നൊരു പ്രോസസ്സ് മുമ്പൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറേ പേർക്ക് ഉണങ്ങിയ മാങ്ങ കൊടുത്തിട്ടുണ്ട്. അതിനും ബാക്കി എൻ്റെ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട്. പണ്ട് കാലത്തൊക്കെ അടുപ്പിൻ്റെ അടുത്ത് വർഷങ്ങളോളം വെക്കും ഇങ്ങനെ. ഇപ്പോൾ അടുപ്പൊന്നും ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഗ്യാസ് അടുപ്പല്ലേ. അപ്പോൾ നമ്മൾ ഉണക്കി വെക്കുന്ന ഇത്തരം ഐറ്റംസ് എല്ലാം വർഷങ്ങളോളം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇത് ഒരു പിടി ഇടുന്നുണ്ട്, ഒരല്പം കൂടി ഇട്ടിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് മാങ്ങ, പച്ചമാങ്ങ ഉണക്കി കഴിഞ്ഞാൽ. എന്നിട്ട് ഇതിലേക്ക് ഫസ്റ്റ് പാല് സെക്കൻഡ് പാല് എന്നൊന്നുമില്ല, ഒരു തേങ്ങേൻ്റെ പാലെടുത്തിട്ട് അങ്ങനെ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരണം. ഓക്കെ, അപ്പോൾ ഇത് കുറുകി വരുന്ന സമയത്ത് ഒരു തക്കാളി വട്ടത്തിൽ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് വല്ലാതെ അടച്ച് വെക്കരുത്, അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് നന്നായിട്ട് അടച്ച് വെക്കുമ്പോൾ. അപ്പോൾ നല്ലോണം തിളച്ച് കഴിഞ്ഞു. ഇപ്പം തക്കാളിയെല്ലാം ഒന്ന് ഏകദേശം നല്ലൊരു വെന്ത് ഉടഞ്ഞു വരുന്നൊരു രൂപത്തിലുണ്ട്. ഈ സമയത്ത് ഇതിന് ഏറ്റവും കോമ്പിനേഷന് നല്ല വെള്ളാപ്പാണ്. അപ്പം വെള്ളാപ്പം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഓട്ടടയാണ്, അല്ലെങ്കിൽ പിന്നെ നീർദോശ, ബട്ടർ റൈസ്, പിന്നെ നമ്മൾ നേരിയ ദോശ, ഇതിൻ്റെയൊക്കെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. നമുക്ക് കഴിച്ചാൽ നമ്മളെ കൊതി തീരില്ല. അപ്പോൾ ഈ ഒരു ഫിഷ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ ഫിഷിൻ്റെ ഫാമിലിയിൽപ്പെട്ട പലതരം ഫിഷ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ചെയ്യുക. ഏറ്റവും ടേസ്റ്റ് കരിമീനിൽ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ തറവാട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടേനു. അവരൊക്കെ ഇങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കുക, ഭയങ്കര രസമായിരുന്നു എല്ലാവരും വന്നിട്ട്. അപ്പോൾ കുറേ ആളുണ്ട്, അതിൽ കുറച്ച് പേരെ കാണിക്കുന്നുള്ളൂ. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇത്രയും ചെടിയുള്ള സമയത്ത് ഇങ്ങനത്തെ പേടിയാവില്ലേ, പാമ്പൊക്കെ വരില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, പാമ്പിൻ്റെ ശല്യം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 3 വർഷമാവാനായി വീട്ടിൽ കൂടിയിട്ട്. അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 1 വർഷമായെന്നൊക്കെ ചോദിക്കലുണ്ട് പലരും. 1 വർഷമല്ല, ഇനിയിപ്പം ഡിസംബർ ആവുമ്പോൾ 3 വർഷമാവും. അപ്പോൾ നമ്മൾ താമസം തുടങ്ങിയിട്ട് ഒരു 1.5 മാസം പല ടൈപ്പ്, പല കളറിലുള്ള പല വെറൈറ്റി പാമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ പ്രശ്നമില്ല. ഒരു 1.5 മാസം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ, 1 മാസം 1.5 മാസം. അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര പേടി കണ്ടപ്പോൾ പാൽക്കായയില്ലേ, പാൽക്കായം നാടൻ തറിമരുന്ന് ഷോപ്പുകൾ ഉണ്ടാവില്ല, ഔഷധശാല അങ്ങനെ എന്തൊക്കെയോ പറയുന്ന ഷോപ്പില്ല, നാടൻ തറിമരുന്നെന്ന് പറയും നമ്മൾ. അപ്പോൾ അത്തരം ഷോപ്പുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തരും പാൽക്കായം. അത് വളരെ ചെറിയ പാക്കറ്റായിരിക്കും, അത് കണ്ടിട്ട് ഇത്ര ചെറുതല്ലേ എന്ന് വിചാരിക്കേണ്ട. അതിൽ നിന്ന് ഒരു നുള്ള് മാത്രം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ, പേടി തോന്നുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ, അടിച്ചു കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശല്യം 6 മാസത്തേക്ക് ഉണ്ടാവില്ല. വീണ്ടും ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ പാമ്പിൻ്റെ പേടിയൊക്കെ നിന്നിട്ടുണ്ടാവും, സംശയങ്ങൾ നിന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.